ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ആൻഡമാൻ്റെ പോർട്ട് ബ്ലെയറിൽ കോഫി ബഗീച്ചയിൽ ഒരു ശബരി ഹിൽസ് ഉണ്ട്. അതായത് ആൻഡമാൻകാരുടെ ശബരിമല. അവിടെ ഒരു കുഞ്ഞമ്പലം ഉണ്ട്. അടിപൊളി അമ്പലമാണ്. അതേപോലെ 18 പടിയൊക്കെയുള്ള അമ്പലമാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ നമ്മൾ അവിടെ എല്ലാം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഞാൻ ആ ഒരു ഉള്ളിലെ എടുക്കാൻ പാടില്ല, അവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പിന്നെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ആ ഉള്ളിലെ ഭാഗങ്ങളൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ നമ്മൾ ചുറ്റമ്പലമൊക്കെ കുറേ ഉണ്ട്. നമ്മൾ കുറച്ച് നടന്ന് പോയിട്ട് അടുത്തടുത്ത സ്ഥലത്തായിട്ടാണ്, അമ്പലത്തിനോട് ചേർന്നിട്ടല്ലാതെ ഒരു 10 അടി അങ്ങനെ മാറിയിട്ടാണ്, ഒരു 5-6 മീറ്റർ മാറിയാണ് ഓരോ അമ്പലങ്ങളും ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാളികപ്പുറത്തമ്മയുണ്ട്, അതേപോലെ നാഗരാജാവുണ്ട്, നവഗ്രഹങ്ങളുണ്ട്, ഗണപതിയുണ്ട്, സർപ്പത്താമാരുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എല്ലാം പ്രാർത്ഥിച്ച് അമ്പലത്തിലൊക്കെ കയറി. ഇതാണ് കേട്ടോ മെയിൻ അമ്പലം. കുഞ്ഞമ്പലമാണ്, അടിപൊളി അമ്പലമാണ്. അപ്പോൾ അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിച്ച് ദീപാരാധനയെല്ലാം കഴിഞ്ഞ് പറയൊക്കെ ഇട്ട്, സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു അമ്പലത്തിൽ പോയി അടിപൊളി ഒരു ഫീൽ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യപ്പൻ്റെ മണ്ഡലമാസമല്ലേ, അപ്പോൾ ആ ഒരു മണ്ഡലകാലത്ത് മൊത്തം ഇവിടെ ഭയങ്കര വൈബായിരിക്കും. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാ ഇവിടെ അയ്യപ്പനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പുലിപ്പുറത്ത് വരുന്ന അയ്യപ്പനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ 18 പടി എന്ന് പറയുന്നത്. അതിവിടെ ഇപ്പം നമ്മൾ കയറ്റില്ല, ആണുങ്ങളെ മാത്രമേ കയറ്റുള്ളൂ. നമ്മൾ ശബരിമലയിലെ പോലെ തന്നെ ഇരുമുടിക്കെട്ടും നെയ്ത്തേങ്ങയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലാണ് ഇവിടെ പ്രവേശനമുള്ളൂ. അല്ലാതെ നമുക്ക് സൈഡിൽ കൂടെ കയറിയിട്ട് പോയിട്ട് തൊഴാം. സ്ത്രീകൾ അതുവഴി കഴിച്ചില്ല. നമ്മുടെ ശബരിമലയിലെ റൂൾസ് എല്ലാം തന്നെയാണ്, പക്ഷേ അല്ലാതെ സ്ത്രീകൾക്ക് പോയി തൊഴാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. കാരണം നമ്മൾ ഉച്ചതൊട്ടേ റെഡി ആയിട്ടിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി കയറിയത് തലപ്പാക്കട്ട് ബിരിയാണിയിലാണ് കേട്ടോ. അവിടെ കയറിയിട്ട് നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ 65 ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നമ്മളിവിടുന്ന് നേരത്തെ പാഴ്സലൊക്കെ മേടിച്ച് കഴിച്ചിട്ടുള്ള ഒരു ഗ്യാരണ്ടിയുടെ പുറത്താണ് കേട്ടോ പോയത്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ. അപ്പോൾ കുറച്ചൊരു ഫ്ലേവർ ഉണ്ടാവും, ആ ഒരു എരിവ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ട് ശമ്പൂട്ടിന് ഞാൻ ബിരിയാണി പറഞ്ഞില്ല. കാരണം മേടിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ കരുതി. അപ്പോൾ അവന് നാനാണ് പറഞ്ഞത്. ഫസ്റ്റ് നമുക്ക് സാലനയും അതേപോലെ സലാഡും ഒക്കെ വന്നു. ഇവിടെ തൈരില്ല, തൈരും അച്ചാറും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇങ്ങനത്തെ ബിരിയാണിക്ക് തലപ്പാക്കെട്ടിന്. അതിൻ്റെ കൂടെ ഒരു മുട്ടയുണ്ട്, പിന്നെ നമ്മുടെ 65 കബാബ് പോലത്തെ ആ ഒരു ചിക്കനും ഉണ്ട്. ശംഭുവിന് പ്ലെയിൻ നാനാണ് പറഞ്ഞത്, അത് അവൻ കഴിച്ചു. പിന്നെ പക്ഷേ അതിന് മുമ്പേ ഞാൻ ബിരിയാണി കൊടുത്തിരുന്നു കേട്ടോ. അവൻ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തോന്നി പിന്നെ ഓർഡർ ചെയ്യേണ്ടായിരുന്നു എന്ന്. അതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടിപൊളിയാണ് കേട്ടോ. പണ്ട് ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ വന്ന് ടേക്ക് അവേ ആയിരുന്നു, നമ്മൾ എടുത്തിട്ട് പോയിട്ട് വീട്ടിൽ നിന്ന് കഴിക്കുക, അങ്ങനെയായിരുന്നു. ഇപ്പോൾ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഫാമിലിക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റിയൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വെജിറ്റബിൾസ് കുറച്ച് മേടിക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് ഐസ്ക്രീമും ഈ ഒരു ക്യാമറയൊക്കെ മേടിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇതൊരു 3-4 മാസമായിട്ട് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അവൻ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് അപ്പം തന്നെ സാധിച്ചു കൊടുക്കാനും എനിക്ക് വലിയ താല്പര്യമില്ല. അന്ന് അവൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാതിരിക്കാനും എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് കുറച്ച് മാസങ്ങൾ വെയിറ്റ് ചെയ്യും. പിന്നെയും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മേടിച്ച് കൊടുക്കും കേട്ടോ.